നമസ്കാരം. ദളിത് പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത സമയത്ത് പീഡിപ്പിച്ചതിന് ഇതുവരെ 5 പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് 29 കേസ്. 33 പേരെ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്റ്റേഷനിൽ ഇന്നലെ മാത്രം 13 കേസ് രജിസ്റ്റർ ചെയ്തു. ഇലവന്തിട്ട, ആറന്മുള, പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിലാണ് ബാക്കി കേസുകളുള്ളത്. അറസ്റ്റിലായവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. അടുത്ത മാസം +2 പരീക്ഷ എഴുതേണ്ട 4 കുട്ടികളും പ്രതിപട്ടികയിലുണ്ട്. റാന്നിയിൽ നിന്നും പിടികൂടിയ 6 യുവാക്കളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തി. പി ദീപു, അനന്തു പ്രദീപ്, അരവിന്ദ്, വിഷ്ണു, ബിനു ജോസഫ്, അഭിലാഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ ഒന്നിലെ 5 പ്രതികളും ഇലവന്തിട്ട സ്റ്റേഷനിലെ കേസിലെ 1 പ്രതിയും ഉൾപ്പെടെയാണിത്. അഭിലാഷ് കുമാറാണ് ഇലവന്തിട്ടയിലെ 1 കേസിലെ പ്രതി. പത്തനംതിട്ടയിലെ മറ്റ് 2 കേസുകളിലായി 3 പ്രതികൾ പിടിയിലാകാനുമുണ്ട്. ഈ കേസുകളിൽ കണ്ണൻ, അക്കു ആനന്ദ്, ഒരു കൗമാരക്കാരൻ എന്നിങ്ങനെ പിടിയിലായിട്ടുണ്ട്. ഇരു സ്റ്റേഷനുകളിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ്. ഇലവന്തിട്ട 9 എഫ്ഐആറുകളാണ് കുട്ടിയുടെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്തത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പത്തനംതിട്ട സ്റ്റേഷനിൽ പുതുതായി 1 കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. 1 പ്രതി കൂടി പിടിയിലായി. 26-കാരനെ ലിജോ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം +2 പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ദീപവും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് റാന്നി മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചതായി മൊഴി നൽകിയത് പ്രകാരം പത്തനംതിട്ട പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് 6 പേർ റാന്നിയിൽ നിന്നും പിടിയിലായത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടിയെ ദീപു വിളിച്ചു വരുത്തി കാറിൽ 2 കൂട്ടുകാർക്കൊപ്പം കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. അവർ മൂവരും തുടർന്ന് ഓട്ടോറിക്ഷയിലെത്തിയ മറ്റ് 3 പ്രതികളും പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ പിതാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഭൂരിഭാഗം പ്രതികളെയും കണ്ടെത്തിയത്. ഈ സ്മാർട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഫോണിലേക്ക് വന്നതും ഫോണിൽ നിന്ന് അയച്ചതുമായ ദൃശ്യങ്ങളുടെ വിവരങ്ങളും കണ്ടെത്തും. ഫോണിലേക്ക് വന്നതും പോയതുമായ കോളുകളുടെ വിവരങ്ങളും സൈബർ സെൽ പോലീസിന് നൽകി. രാത്രി 8-നും പുലർച്ചെ 2-നും ഇടയിൽ വിളിച്ചവർ പോലീസ് നിരീക്ഷണത്തിലാണ്. അടുത്ത കേസിൽ 4 പ്രതികളുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഇവർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. 2024 ജനുവരിയിൽ ഒരു ദിവസമാണ് പീഡനം നടന്നത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുപോയി തോട്ടുപുറത്തെ പൂട്ടിയിട്ട കടയുടെ സമീപത്ത് കാറിൽ വെച്ച് 2 പേർ പീഡിപ്പിച്ചതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത് പ്രകാരം എടുത്ത കേസ് ആണ് അടുത്തത്. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഇവർ വീടിനരികിൽ ഇറക്കിവിട്ടതായും പെൺകുട്ടി പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സംഭവം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രതികളിൽ പലരെയും പരിചയപ്പെട്ടതും കുട്ടിയെ പലയിടങ്ങളിലേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചു. ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട DYSP S നന്ദകുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകും. പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ D ശിവകുമാർ, ഇലവന്തിട്ട പോലീസ് ഇൻസ്പെക്ടർ TK വിനോദ് കൃഷ്ണൻ, റാന്നി പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോൺ, വനിതാ പോലീസ് സ്റ്റേഷൻ SI KR ഷെമിമോൾ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലെ വ്യത്യസ്ത റാങ്കുകളിൽപ്പെട്ട 25 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. അന്വേഷണ പുരോഗതി ദിവസവും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും. ശാസ്ത്രീയ തെളിവുകളടക്കം പരിശോധിച്ചു വരികയാണ്. മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.